തീർത്തും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് തങ്കയങ്കി ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. നിലവിലിപ്പോൾ 9ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കോഴഞ്ചേരി നഗരത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ കോഴഞ്ചേരി ശ്രീമുരുക കാണിക്ക മണ്ഡപത്തിലും സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കാരംവേലി, ഇലന്തൂർ, ഇടത്താവളം തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കാണ് തങ്കയങ്കി ഘോഷയാത്ര നീങ്ങുന്നത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടി ഇന്നത്തെ ഘോഷയാത്ര സമാപിക്കും. ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ യാത്ര അവസാനിക്കുന്നുണ്ടാവുക. രാത്രി 8 മണിക്കായിരിക്കും അവിടെ എത്തുക. അതിനുശേഷം ഭക്ഷണം, വിശ്രമം, ശേഷം നാളെ രാവിലെ ഓമല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും യാത്ര ആരംഭിക്കും. നാളെ രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലായിരിക്കും വിശ്രമം ഉണ്ടാവുക. അതിനുശേഷം മറ്റന്നാൾ കോന്നിയിൽ നിന്ന് ആരംഭിച്ച് പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. തുടർന്ന് അവസാന ദിവസമായിട്ടുള്ള 26-ന് പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിന്നും യാത്ര ആരംഭിച്ച് ലാഹ സത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ വഴി പമ്പയിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. അതിനുശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഈ തങ്കയങ്കി ഘോഷയാത്ര കണ്ടു തൊഴുവാനായിട്ട് ഭക്തർക്ക് സൗകര്യമൊരുക്കും. അതിനുശേഷം 3 മണിയോടുകൂടി സന്നിധാനത്തേക്ക് തലച്ചുമടായിട്ട് തങ്കയങ്കി കൊണ്ടുപോകും. ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് അധികൃതർ ചേർന്നുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം നൽകി തങ്കയങ്കി ഏറ്റുവാങ്ങും. തുടർന്ന് കൊടിമര ചുവട്ടിൽ 18-ാം പടിക്ക് മുകളിൽ കൊടിമര ചുവട്ടിൽ ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകും. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് തങ്കയങ്കി ശ്രീകോവിലിനുള്ളിലേക്ക് ഏറ്റുവാങ്ങി അയ്യപ്പന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് 26-ന് വൈകിട്ട് ദീപാരാധന ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. 27-ന് രാവിലെയാണ് ശബരിമലയിൽ മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. തങ്കയങ്കി അയ്യപ്പന് ചാർത്തിക്കൊണ്ട് തന്നെയാണ് മണ്ഡലപൂജ ചടങ്ങുകളായിട്ടുള്ള കലശാഭിഷേകവും കളഭാഭിഷേകവും ഒക്കെ അന്നത്തെ ദിവസം നടക്കുന്നുണ്ടാവുക. അതോടുകൂടി 41 ദിവസങ്ങൾ നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് കൂടി പരിസമാപ്തി കുറിക്കും. അന്ന് വൈകിട്ട് ശബരിമല ക്ഷേത്രനട അടയ്ക്കും. പിന്നീട് മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി 30-ന് വൈകിട്ടായിരിക്കും നട തുറക്കുന്നുണ്ടാവുക. തങ്കയങ്കി ഘോഷയാത്ര എന്തായാലും ഈ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഇന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വലിയ ഭക്തജന തിരക്കും ഇതിനോടനുബന്ധമായിട്ട് ഈ കടന്നു പോകുന്ന പാതയിലൊക്കെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സ്വീകരണം നൽകുന്ന കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന പാതകളിലുമൊക്കെ തന്നെ തീർത്ഥാടകർ അല്ലെങ്കിൽ ഭക്തർ വലിയ സംഖ്യയിൽ തന്നെ നിൽക്കുന്നു. അവർ തങ്കയങ്കി കണ്ടു തൊഴുവാനായിട്ടും കാണിക്കർപ്പിക്കുന്നതിനുമായിട്ടുമൊക്കെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ഇന്ന് രാവിലെ 5 മണിക്ക് സ്ട്രോങ് റൂമിൽ നിന്നും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കൊടിമര ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് ഇത് ഭക്തർക്ക് ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്കയങ്കി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും വലിയ ഭക്തജനത്തിരക്ക് 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ധാരാളമായിട്ട് തീർത്ഥാടകർ എത്തിക്കൊണ്ട് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ട് ഈ തങ്കയങ്കി കണ്ടു തൊഴുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഘോഷയാത്രയ്ക്ക് വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.